ആയിക്കോട്ടെ വാ ഹലോ ഫ്രണ്ട്സ്, ഇനോസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സൺഡേ വ്ളോഗാണേ. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ഞാനിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് പുഴ. കുറച്ച് നടന്നാൽ മതി പുഴയിലോട്ട് എത്താൻ. അപ്പോൾ ഇനി കുറച്ച് നടക്കണം. അപ്പോൾ ഉമ്മയോട് കുറേ കിതക്കുന്നുണ്ട്. ഇപ്പോൾ ഓടി വന്നിട്ട് കിതക്കാണ്, അതാണ് സംസാരിക്കാൻ കഴിയാത്തത്, സോറി. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം മിസ്സോട് പറഞ്ഞു തുടങ്ങിയിട്ട് ക്രിസ്മസ് വെക്കേഷനിൽ നമുക്ക് പുഴയിലോട്ട് പോലെ ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾ എന്തായാലും അമ്മമാരുടെ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഇന്നാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു സൺഡേ വ്ളോഗ് ആയിക്കോട്ടെ. എനിക്ക് ഒരു വെടിക്ക് 2 പക്ഷിയായിട്ട് എനിക്കിന്ന് നീന്തും ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന് ഒരു സൺഡേ വ്ളോഗ് കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് നടക്കാൻ വരും ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ജാതിക്ക തോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. വെള്ളം ആദ്യമൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. ജാതിക്കത്തോട്ടൊക്കെയുണ്ട്. വെള്ളം നമുക്ക് നീന്തൊക്കെ കുറച്ച് ദാഹിക്കൂലേ. അപ്പോൾ അതാ നമ്മുടെ ഇമ്മച്ചി കുറച്ച് തുണികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമ്മച്ചിന് കുറച്ച് ഹെൽപ്പും ചെയ്യാം. ഇതാണ് നമ്മുടെ ജാതിക്കത്തോട്ടം. നമ്മളതല്ല, അതുകൊണ്ട് നമുക്കിത് പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ഇതാ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് കുടിക്കാൻ. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പേര് അറിയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ബിരിയാണിക്കൊക്കെ ഇടും കേട്ടോ. ബിരിയാണിക്ക് ഉണക്കിയിട്ടല്ല മടോ ഉള്ളത്തൊരു സാധനം ഉണക്കിയിട്ടൊക്കെ ഇടും. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ജാതിക്കയാണ്. ജാതിക്ക ഇത് നമ്മളുടെല്ലെങ്കിൽ നമ്മളുടെയാണെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു. നമ്മളുടെല്ലെങ്കിൽ ഒരു ദിവസം ഇതിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞങ്ങളിതാ നിലത്ത് കടന്നതൊക്കെ ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഉപ്പിലൊക്കെ ഇട്ടില്ല നമ്മൾ നിലത്ത് ഒന്ന് കിടക്കുന്നുണ്ട്. അത് അവിടെ ഉണ്ടാവും, ഒരു ഒപ്പത്തുണ്ട്. എവിടെ അത് ബാക്കിൽ അതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ നമുക്ക് കിട്ടണ്ട. ഇതിപ്പോൾ നിലത്ത് കിടന്ന് ചീനിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ചീനിട്ടുണ്ട്. ഇതെന്തായാലും കേടാണ്, അതുകൊണ്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തത് കേട്ടോ. ഇത് തുറന്നത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കിടക്കട്ടെ, നമുക്ക് ആരും എടുക്കണ്ട. ഓക്കെ, നമുക്ക് പോയാലോ? ഇതിൽ കൂടെ അല്ലേ അമ്മ പോകണ്ടേ? ഞാൻ ചാടിപ്പോയി. ഇനി കൈ പിടിക്കുക. ഇനി ഓക്കെ, ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെയുണ്ട് ജാതിക്ക. ഇവിടെയുണ്ട് ജാതിക്ക. ഇവിടുത്തെ അവിടെ എത്തുന്നത് നിങ്ങൾ ഞാൻ ലാഗ് ചെയ്ത് അടുപ്പിക്കുന്നില്ല. ഇവിടെ ബബ്ലിയൊക്കെ ഉണ്ട്. ആരാ കൊടുന്നതാവോ അത് ഈ പുഴക്കരയിലോട്ട് ബബ്ലി. കുറച്ച് വെള്ളം വറ്റിട്ടുണ്ടല്ലേ അമ്മ? വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നന്നായിട്ട് നീന്താൻ അറിയാം കേട്ടോ. അപ്പൊ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അപ്പൊ നിങ്ങൾക്ക് നീന്തി കാണിച്ചു. ചിലർക്ക് നീന്താനൊക്കെ നീന്താൻ അറിയണ്ടാവില്ല. അപ്പൊ ഞാൻ നീന്താനൊക്കെ എന്താണത്? പാമ്പ് നിങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നീന്താൻ പഠിപ്പിച്ചാൽ എന്റെ നീന്തൽ കണ്ട് നിങ്ങൾക്ക് നമുക്ക് നീന്തൽ ഞങ്ങളെ ചില സമയത്ത് ആ ഭാഗത്തേക്കാ പോലെ. പക്ഷെ ആ ഭാഗത്ത് നിങ്ങൾ വെള്ളമല്ല, ഇരിക്കാനൊന്നും സ്ഥലമല്ല. അപ്പൊ വെള്ളം കുറവാണ്. ഭാഗത്ത് പോലെ ഇവിടെ വെള്ളം കുറവാണല്ലോ. നമുക്ക് എങ്ങനെ വലുതാണ് നല്ല കാറ്റ്. അപ്പൊ ഗൈസ് പുഴ എത്തിയിട്ടുണ്ട്. ഗൈസ് നീ കണ്ടു, നല്ല വിശാലമായി കിടക്കുന്ന പുഴയാണ്. നല്ല അടിപൊളി പുഴ. അപ്പൊ ഞാൻ മുടി ഒന്ന് കെട്ടാട്ടോ, അല്ലെങ്കിൽ നമുക്ക് കളി മുടി കെട്ടാം. നമുക്ക് ഇറങ്ങാം. നമുക്ക് കുറച്ചുകൂടെ പിടിക്കാം. നമുക്ക് ആ ഭാഗത്ത് കൂടെ ഇറങ്ങി. ഇവിടെ അല്ല, നമ്മൾ ഇന്നാണ് ഇവിടെ ഇറങ്ങീനെ. അവിടെ പക്ഷെ ഇവിടെ ഇതെന്താ അത് മറ്റേതാണ്. അത് കൂത്താടി ആയിക്കൂടെ ഇറങ്ങാൻ പറ്റില്ല. കൊതുകാണത്, മുട്ടിട്ട് കാണേ. അത് വേണ്ടല്ലോ, ആയിക്കൂടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ മുട്ടിട്ട് കാരണം ഇറക്കുന്നില്ല. വാ നീന്തിക്കോ. നീന്തിട്ടേ അടിച്ചിറങ്ങണം. ആ കൂത്താടിയൊക്കെ പോട്ടെ, ഇതൊക്കെ പോട്ടെ.
ഇങ്ങെടുക്കാം ഇവിടെ നിന്ന് നിന്റെ ഭാഗത്ത് പിന്നെ സേഫാണ്. പൂങ്ങാലി സ്ഥലം ഇട്ടൂടെ ആയിക്കോട്ടെ. റെഡി. അപ്പൊ നിങ്ങൾ നോക്കാം ആരാണ് ആണക്കടെ. ഇവിടെ നോക്കണം. ഓ റെഡി 1 2 ഗോ. പറയടേ പറയാ ഗോ. പറ്റില്ല. ഒരു സ്ഥലം കൂടില്ല. എവിടെ കുത്തി? ഇവിടെ ഈ സമയത്ത് മീൻ പിടിക്കാം. ഈ പാറ കുത്തണം. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ മീനുണ്ട്. നല്ല നീന്തും. അപ്പൊ നിങ്ങൾ നീന്തി കാണിച്ചു തരാം കേട്ടോ. ഞാൻ നന്നായിട്ട് നീന്തി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നീന്തിയിട്ട് ഒരു വീട് കാണിച്ചു തരാം. ഇവിടെ പാറയാണോ അതോട് നീന്താനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഇവിടെ നീന്താൻ പോകുന്നു. ഇവിടെ പാറ കിട്ടോ. വരുമ്പോ പാറ കുത്തണ്ട. എന്തൊക്കെയോ വയറുകൾ തൊട്ടുണ്ടില്ലേ? ഇല്ല, ഞാൻ വളർന്നീന്ന് കണ്ടോ. അതൊക്കെ ഇങ്ങനെ വളർന്നീന്ത. അങ്ങോട്ട് പോണ്ട. കുണ്ടാണ് ഇന്നു. വാ. പാറ കുത്തില്ല ഇതില്ലേ? ഇങ്ങോട്ട് വാ. ഞാൻ മുങ്ങങ്ങളെന്നോ എത്ര വെറുതെ വാ. ഓക്കെ, ഞാൻ മുങ്ങോട്ടമ്മ മുങ്ങട്ടെ. ഇതൊക്കെ എന്താ ഇല്ല തല പുറത്താണ്ട്. തല പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെ പിടിച്ചേക്കട്ടെ. പക്ഷെ നിക്കാൻ പറ്റൂല. വിടൂലേ? 10 പ്രാവശ്യം. 10 എന്നെ കൊണ്ട് അതൊക്കെ കൈയുള്ളൂ. അയ്യോ, ആളെവിടെ? വെള്ളം പറ്റിയെടുക്ക പോയ വട്ടിട്ടെ. അതാണ് പ്രശ്നം. ചാള് കൊണ്ടുവരല്ലോ. എന്തേ എന്തോ വയറുമ്പോ തൊട്ടു. ഞാന് വയറ് നീന്താട്ടോ. ഇനി പറയാൻ കാര്യല്ല. നീന്തട്ടെ. നീന്തടൊന്ന്. നീന്തിയോ? കുറച്ചും പാടെ. കാട് തല്ലേ. നമുക്ക് നീന്താം. ഷാളിട്ടി കൊണ്ട ഇത് പിടിക്കൂ. എഴുതിക്കട്ടോ. ഒന്ന് പാടെ. ഒറ്റ തവണ ട്രിക്ക് കിട്ടി. എവിടെ പിടിച്ചിട്ടുണ്ടേ ഓൾറെഡി. നമ്മളില്ലേ ഇവിടുന്ന് അതോടെ പിടിച്ചിട്ട് ഓൾറെഡി വാണ്ട് തിരിച്ചു. ഫസ്റ്റ് ഡാ അടിയിൽ പിടിച്ച പിന്നെ പാറ പിടിക്കണം. നമുക്ക് നീന്താൻ അതൊക്കെ പാറൊന്നുമില്ല. പാറില്ലാത്ത സ്ഥലത്ത് നീന്താട്ടോ. ഓ റെഡി? ഞാനില്ല, വെറുതെ നീന്തിക്കിട്ടില്ലല്ലോ. ഓ റെഡി 1 2 3 സ്റ്റെപ്പ്. നീന്താൻ പഠിച്ചിട്ട് അപ്പൊ നമുക്കൊന്ന് നീന്തി നോക്കട്ടെ. ഓൾറെഡി വേണ്ട നീന്തട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നീന്തി
വലിച്ചു കൊണ്ടുപോവാണ് ഈ പുഴയൊക്കെ. ഓ റെഡി 1 2 3 പാറില്ല നേരത്തോട്ട് പാറില്ല ഇവിടെ ഇന്നോട് മുതൽ പാറുന്നില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ നീ പാറില്ലല്ലോ ഇല്ല തീരെ ഇല്ല സത്യം പാറട്ടോ ഇവിടെ എന്നോട് ഇതേപോലെ ഇതിലേ പോയതാ പേടിച്ചോ? അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.